MBBS ബന്ധപ്പെട്ടിട്ട് വിദേശത്തുള്ളത് ഉസ്ബെക്കിസ്ഥാൻ ഒരു ട്രെൻഡാണ് അല്ലേ? അപ്പോൾ ഈ ട്രെൻഡിന് തുടക്കം കുറച്ച് ഒരു ഫസ്റ്റ് നമുക്ക് ബുഖാറ യൂണിവേഴ്സിറ്റിയിലേക്കാണ് കൂടുതൽ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മലയാളി സ്റ്റുഡൻസ് ഇവിടുന്ന് പോകുന്നത് ബുഖാറയിൽ റാഷിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മളാണ് ഫസ്റ്റ് ഉസ്ബെക്കിസ്ഥാനിൽ ബുഖാറയിലോട്ട് മലയാളി സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളാണ് ആ ഒരു ട്രെൻഡിന് തുടക്കം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2024 ഒരു 2000-ലധികം വിദ്യാർത്ഥികൾ പല യൂണിവേഴ്സിറ്റികളിലായിട്ട് കേരളത്തിൽ നിന്ന് മാത്രം പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ഇപ്പോൾ ഇത്രയധികം വിദ്യാർത്ഥികൾ പോകുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത്? എനിക്ക് എൻ്റെതായ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു കാരണം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം. ഒന്ന്, കുട്ടികൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. സ്റ്റഡി ആണെങ്കിലും അവിടെ താമസമാണെങ്കിലും പിന്നെ ചിലവ് കുറവാണ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് അവിടെ. കുട്ടികളെ ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ അവർക്ക് കിട്ടുന്നത്. പിന്നെ പേരൻസിനെ സംബന്ധിച്ചും വളരെ സേഫ്റ്റിയാണ് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ അത് ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് ഷുവറാണ്, അതിലൊരു സംശയമില്ല. കാരണം എനിക്കിപ്പോൾ അടുത്ത ഈ ഇയർ മുതൽ ഞാൻ വിട്ട കുട്ടികൾ അവിടുന്ന് പാസ് ഔട്ട് ആവാൻ പോകുന്നത്. അവരുടെ കാര്യത്തിലൊക്കെ ഞാൻ 100% ഹാപ്പിയാണ്. ആ കുട്ടികളും അതുപോലെ തന്നെ വളരെയധികം ഹാപ്പിയാണ്. ബജറ്റ് ഒരു കാരണമായിട്ടുണ്ടാവും. ലോ ബജറ്റ് ആണ് എന്നുള്ളത്. ലോ ബജറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും അഫോർഡബിൾ ആണ് അത്. പക്ഷെ നമുക്കിപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ജോർജിയ പോലത്തെ ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ മൊൾഡോവ, അത് അസർബൈജാൻ, ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയല്ലേ വരുന്നുള്ളൂ. അതെ. അതായത് ആ ബഡ്ജറ്റ് കൊണ്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് അതൊരു വലിയ പോസിറ്റീവ് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഉസ്ബെക്കിസ്ഥാനിലെ സ്റ്റുഡൻസിനെ അയക്കുമ്പോൾ ആര് വഴി പോകുന്നു എന്നുള്ളത് വളരെ നിർബന്ധം. അതിനൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ നമുക്ക് 6 ഇയറും നിങ്ങൾ ഇപ്പോൾ കുട്ടി പോകുന്ന കൺസൾട്ടൻസിനെ അവർക്ക് ആവശ്യമുണ്ട്. കാരണം അവിടെ എല്ലാ വർഷവും കുട്ടികൾക്ക് വിസ റിന്യൂവൽ, രജിസ്ട്രേഷൻ, ഈ കാര്യങ്ങൾക്കൊക്കെ അവർ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു വർഷം, ഇപ്പോൾ അറിയാലോ കേരളത്തിലെ സിറ്റുവേഷൻ, വളരെ കുറഞ്ഞ കുട്ടികളെ കൊണ്ടുപോകുന്ന കൺസൾട്ടൻസി ഉണ്ട്, നാളെ വിളിച്ചാൽ കിട്ടാത്ത കൺസൾട്ടൻസികളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് വർഷങ്ങളുള്ള കൺസൾട്ടൻസികളുണ്ട്. സെലക്ട് ചെയ്യുന്ന സമയത്ത് അതെ ഒന്ന് എക്സ്പീരിയൻസ് ഉള്ള കൺസൾട്ടൻസും എസ്പെഷ്യലി ഉസ്ബെക്കിസ്ഥാൻ ചെയ്യുന്ന ആളുകളെ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിലെനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ ഓരോ വർഷങ്ങളിലും വിസ റിന്യൂവൽ ചെയ്യണം. അത് ഈ ഏജൻസികളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഏജൻസി കണക്ഷൻ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. തീർച്ചയായും. കാരണം നിശ്ചിത സമയത്തിന് കുട്ടികൾ അവിടെ എത്തണം. അപ്പോൾ മറ്റു പല രാജ്യം, ഞാൻ നേരത്തെ അയച്ചത് ചൈന പോലത്തെ സ്ഥലങ്ങളാണ്. ചൈനയിൽ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളായിട്ട് കണക്ഷൻ വെക്കുക എന്നുള്ളത് എൻ്റെ പർപ്പസാണ്. ആക്ച്വലി സ്റ്റുഡൻസ് അവിടെ എന്താണ്, സ്വയം പര്യാപ്തരാണ്. യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ അതുപോലുള്ളൊരു സിറ്റുവേഷൻ അല്ല ഉസ്ബെക്കിസ്ഥാനിൽ. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ആര് വഴി പോകുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി ഇവിടുന്ന് അഡ്മിഷൻ എടുക്കുന്നു, എന്നിട്ട് മറ്റൊരു കൺസൾട്ടൻസി കൊടുക്കുന്നു. ഇപ്പോൾ ഇവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എപ്പോഴും ബ്രേക്ക് ആവും. അപ്പോൾ അങ്ങനെ നമ്മുടെ സെലക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ ചില ആളുകൾ ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നു, പിന്നെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ കുട്ടികൾ തന്നെ നേരിട്ട് അവരെത്തണം അവിടെ, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ന് നമുക്കൊരു ബാച്ച് പോകുന്നത് ഒരു 40-ലധികം വിദ്യാർത്ഥികൾ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞ് ഞങ്ങളൊരു മെഡിക്കോ പ്രോഗ്രാം, ഇന്നത്തെ പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാം നടക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ സെയിം ഡേയിൽ തന്നെ നമുക്കൊരു ബാച്ച് പോകുന്നുണ്ട്. 40 കുട്ടികളാണ്. അപ്പോൾ കഴിഞ്ഞ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ 40 കുട്ടികൾ. ഒരു 5ഓളം ബാച്ചുകൾ പോകുന്നുണ്ട്. പക്ഷേ ഈ 5 ബാച്ചിനോടൊപ്പവും നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളത് പേരൻസിന് വളരെ കംഫർട്ടാണ്. അതെ. അത് മാത്രമല്ല, നമുക്ക് അവിടെ നിൽക്കുന്നതിനുണ്ട്, കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തീർച്ചയായിട്ടും നമ്മളവിടെ ആളുകൾ, സ്റ്റാഫുകൾ, കാര്യങ്ങളൊക്കെ 6 ഇയർ നമ്മൾ നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഉസ്ബെക്കിസ്ഥാനിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെയൊക്കെ ഹോസ്റ്റലുകൾ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളുണ്ട്, വേറെ ഒരുപാട് ഹോസ്റ്റലുകളുണ്ട്. 2024 നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ഹോസ്റ്റൽ അവിടെ റൺ ചെയ്യണം. ഓൺ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പർട്ടിക്കുലർ അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് കേരള ഫുഡ്, കേരള മെസ്സ്, അവിടുത്തെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വാർഡൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സൗകര്യങ്ങളും നമുക്ക് 2024 ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? അതെ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു രാജ്യത്ത് നമ്മുടെ ഒരു വീട്ടുകാരൊക്കെ വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ. പല ആളുകൾക്ക് ഈ ഹോം സിക്നസ് കാര്യങ്ങളൊക്കെ വലിയൊരു ഇഷ്യൂ. അപ്പോൾ ഈ ഹോം സിക്നസ് കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും അവരുടെ പ്രദേശത്തുള്ള കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അവർ പെട്ടുപോകും. കാരണം വീട്ടിൽ നിന്ന് ഇതുവരെ വിട്ടു നിൽക്കാത്ത പല വിദ്യാർത്ഥികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവരുടെ പാരൻസിനെ കാണാൻ കഴിയാത്ത സിറ്റുവേഷൻ, എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ.
ഇപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നമ്മുടെ ഈ ഹോസ്റ്റലിൽ കുറേയൊക്കെ നമുക്കത് കവർ ചെയ്യാൻ കഴിയും. കേരളത്തിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ കഴിയും. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് അവിടെ തിരിച്ച് വരിക അങ്ങനെയൊക്കെ റയറായിട്ടാണെങ്കിലും സംഭവങ്ങളുണ്ടാകും. പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ആ പ്രദേശത്തെ കുറിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസുകൾ കൊടുക്കും. ഫേക്ക് റെഫറൻസ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യില്ല, റെപ്യൂട്ടഡ് ടീം ഒരിക്കലും ചെയ്യില്ല. പക്ഷേ റെഫറൻസുകൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏത് ജില്ലക്കാരാണോ വിളിക്കുന്നത് ആ പ്രദേശത്ത് നമ്മുടെ കുട്ടികളുണ്ടോ എന്ന് ഞാൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യാറാണ്. അത് അവർക്ക് കുറച്ചുകൂടി നേരിട്ട് പോയി സംസാരിക്കാൻ അവരുടെ പാരൻസിന് ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്തായാലും റെഫർ ചെയ്യില്ല, സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ പോകണ്ട, ഞങ്ങൾ പെട്ടെന്നേ പറയുള്ളൂ. സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ നിയർ ബൈ ഉള്ള കുട്ടികളുടെ പേരൻസിൻ്റെ അഭിപ്രായങ്ങൾ നേരിട്ട് പോയിട്ട് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മൾ സാധാരണഗതിയിലേ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരൊരുപാട് പരാതികൾ പറയാറുണ്ട്. എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിലാണ്. നമ്മളൊരു വേറൊരു കൾച്ചറിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ അവിടുത്തെ ഒരു കൾച്ചറിനോട് പൊരുത്തപ്പെടണം. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കേരള ഫുഡ്, കേരള സ്റ്റൈൽ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്, മലയാളി കുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും പരാതികൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നമ്മൾ പോകുന്ന ഇപ്പോൾ നമ്മളൊരു 15 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് കൂടുതൽ പരാതി കിട്ടും. ഇപ്പോൾ കുട്ടികൾ ചോദിക്കാനിടയുള്ള പരാതികൾ നമുക്കറിയാം. ആ പരാതികൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺസൾട്ടൻസിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ വരുന്ന കുറേ കാര്യം, ഇപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ടത് അവർ പ്രോപ്പർ സൊല്യൂഷൻ, നമുക്കിപ്പോൾ പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ എന്താ ഫുഡ്, കേരള ഫുഡ് നമ്മളവിടെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. കുട്ടികളുടെ താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ചിലപ്പോഴൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പെട്ടുപോവുക. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടല്ലോ എന്ത് പറഞ്ഞാലും, ആ കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം വരും. അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന പോലെ അവരെ അവിടെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ടൈപ്പ് ഒരു പരാതികളുണ്ട്. അത് അവരുടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടു വന്നിട്ടുള്ള അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും പുറത്തു പോയി നിന്ന് പരിചയമില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഞാനിപ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ ടൈമിലൊക്കെ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ചോദിക്കും, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണോ നീറ്റ് റിപ്പീറ്റ് ചെയ്തത്? ആ ചോദ്യത്തിനൊരു പർപ്പസ് ഉണ്ട്. ഇവർ വീട്ടിൽ നിന്ന് വിട്ടു നിന്ന കുട്ടികളാണോ, പേരൻസിൻ്റെ മാത്രം നിന്നവരാണോ? അപ്പോൾ അവരൊക്കെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ നിന്ന് ഒട്ടും മാറി നിൽക്കാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു റൂംമേറ്റ്സിനെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതൊരു അവരറിയാതെ നമ്മൾ അവരിൽ ഇടപെടുന്നതാണ്. അവർ ഫുഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് ഹോം സിക്നസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു രാജ്യത്ത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ഉണ്ട്. അതിന് ഒത്തിരി ടൈം എടുക്കും. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ സൈക്കോളജിക്ക് നമ്മൾ നേരത്തെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് അത് കവർ ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്യാറുള്ളത്. ഫുഡുമായി ബന്ധപ്പെട്ടതിന് നമുക്ക് പ്രോപ്പർ സൊല്യൂഷൻ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. കാരണം ഫുഡ് മാത്രമല്ല, നമ്മൾ അവരുടെ റൂംമേറ്റ്സ്, അവരുടെ ഒപ്പം ആരൊക്കെ നിൽക്കുന്നു, ഇതൊക്കെ അവർ സ്വാധീനിക്കും. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക വഴി അവർക്ക് ഇത്ര ഇഷ്യൂസ് ഉള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് അവരറിയാതെ തന്നെ ഒരു പരിധി വരെ നമുക്കത് സെറ്റ് ചെയ്യാനും കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കാം. ഒരു വിനോദയാത്രക്ക് ഒരു 10 ദിവസം പോകുമ്പോൾ അവർക്ക് ആ ഇഷ്യൂസ് ഉണ്ടാവില്ല. കാരണം മൈൻഡ് സെറ്റിന് ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു ഫുഡാണെങ്കിലും ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്. പക്ഷെ അതൊരു 6 ഇയർ നിൽക്കേണ്ട സ്ഥലമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എത്തുമ്പോൾ ഒരു ഷോക്ക്, കൾച്ചറൽ ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ച് നടുമ്പോഴുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെയാണ്. അത് നമുക്ക് പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്തിട്ടും ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ കൗൺസിലിംഗ് വരെ അതിന് പ്രൊഫഷണൽ ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിലത്തെ ആളുകളൊക്കെ ഫോണിൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് കുട്ടികളെ മാറ്റിയെടുക്കാറുണ്ട്. ഒക്കെ പോസിബിളാണ്, ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. എനിവേ പോകുന്ന വിദ്യാർത്ഥി സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ഈ വലിയൊരു സ്വപ്നത്തിന് വേണ്ടി പോകുന്നതാണ്. പേരൻസ് ഇല്ലാതെ ഒരു രാജ്യത്ത് സ്വയം പര്യാപ്തരായിട്ട് അങ്ങനെ വളരാൻ കഴിവുള്ള, അങ്ങനെ കഴിവെന്ന് ഉറപ്പുള്ള കുട്ടികളാണ് പോകേണ്ടത് എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് കുട്ടി തിരിച്ചു വരുന്ന സിറ്റുവേഷനൊക്കെ ഇപ്പോൾ ഞാനൊരു 10-15 വർഷമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1-2 വിദ്യാർത്ഥികളൊക്കെ തിരിച്ചു വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് അതാത് വിദ്യാർത്ഥികളും പേരൻസും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് വളരെ നന്നായിരിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം.